ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്കിന്ന് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ബുക്ക് തൊട്ടേ സ്റ്റാർട്ട് ചെയ്താൽ നന്നായിരിക്കുമെന്ന് കുറച്ച് പേർ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ കഥയിലേക്ക് കടക്കാം. ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ, അധ്യായം 1, ദ ബോയ് ഹൂ ലിവ്ഡ്. പ്രിവറ്റ് ഡ്രൈവിലെ 4-ാം നമ്പറിൽ താമസിക്കുന്ന മിസ്റ്റർ ആൻഡ് മിസസ് ഡേഴ്സ്ലി എന്നിവർ തങ്ങൾ തികച്ചും സാധാരണക്കാരാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവർ ആയിരുന്നു. വിചിത്രമായതോ നിഗൂഢമായതോ ആയ കാര്യങ്ങളിൽ ഏർപ്പെടാത്ത ആളുകളായിരുന്നു അവർ. ഗ്രണ്ണിങ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിരുന്നു മിസ്റ്റർ ഡേഴ്സ്ലി. വളരെ വലിയ മീശയുണ്ടെങ്കിലും കഴുത്ത് മാത്രമുള്ള വലിയ മാംസളമായ മനുഷ്യനായിരുന്നു അദ്ദേഹം. മിസസ് ഡേഴ്സ്ലി ആകട്ടെ മെലിഞ്ഞവളും സുന്ദരിയുമായിരുന്നു. സാധാരണയുടെ ഇരട്ടി കഴുത്തുമുണ്ടായിരുന്നു. അത് വളരെ ഉപയോഗപ്രദമായി. കാരണം അവൾ പൂന്തോട്ടവേലികളിൽ കൂടുതൽ സമയം ചെലവഴിച്ച് അയൽക്കാരുടെ രഹസ്യങ്ങളെല്ലാം ചോർത്തി. ഡേഴ്സ്ലി ദമ്പതികൾക്ക് ഡഡ്ലി എന്ന ഒരു ചെറിയ മകനുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ എവിടെയും ഇത്രയും നല്ല ആൺകുട്ടി ഉണ്ടായിരുന്നില്ല. ഡേഴ്സ്ലി ദമ്പതികൾക്ക് അവർ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഒരു രഹസ്യവും ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ഭയം ആരെങ്കിലും അത് കണ്ടെത്തുമെന്നായിരുന്നു. ആരെങ്കിലും പോട്ടേഴ്സിനെ കുറിച്ച് അറിഞ്ഞാൽ അത് അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. മിസസ് പോട്ടർ മിസസ് ഡേഴ്സ്ലിയുടെ സഹോദരിയായിരുന്നു. പക്ഷെ അവർ കണ്ടിട്ട് വർഷങ്ങളായി. വാസ്തവത്തിൽ മിസസ് ഡേഴ്സ്ലി തനിക്ക് ഒരു സഹോദരിയില്ലെന്ന് നടിച്ചു. കാരണം അവളുടെ സഹോദരിയും ഒന്നിനും കൊള്ളാത്ത അവളുടെ ഭർത്താവും ഡേഴ്സ്ലികളെ പോലെ ആവാൻ യാതൊരുവിധ സാധ്യതയുമില്ലാത്ത വൃത്തികെട്ടവരായിരുന്നു. പോട്ടേഴ്സ് എന്തെങ്കിലും തങ്ങളെ കാണാൻ അവിടെ വന്നാൽ അയൽക്കാർ എന്തു പറയുമെന്ന് ചിന്തിച്ച് ഡേഴ്സ്ലി കുടുംബം വിറച്ചു. പോട്ടേഴ്സിന് ഒരു ചെറിയ മകനുണ്ടെന്ന് ഡേഴ്സ്ലികൾ അറിഞ്ഞിരുന്നു. പക്ഷേ അവർ അവനെ ഒരിക്കലും കണ്ടിട്ടുപോലുമില്ല. പോട്ടേഴ്സിനെ അകറ്റി നിർത്താൻ ഈ ആൺകുട്ടി മറ്റൊരു നല്ല കാരണമായിരുന്നു. തങ്ങളുടെ മകൻ ഡഡ്ലി അത്തരമൊരു കുട്ടിയുമായി ഇടപഴകുന്നത് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മുടെ കഥ ആരംഭിക്കുന്നത് ഒരു മങ്ങിയ ചൊവ്വാഴ്ച മിസ്റ്റർ ആൻഡ് മിസസ് ഡേഴ്സ്ലി ഉറക്കമുണർന്നപ്പോൾ ആണ്. മിസ്റ്റർ ഡേഴ്സ്ലി ജോലിക്ക് പോകാനായി ഒരുങ്ങുകയായിരുന്നു. കരയുന്ന ഡഡ്ലിയെ കസേരയിലേക്ക് ഇട്ട് മിസസ് ഡേഴ്സ്ലി സന്തോഷത്തോടെ ഗോസിപ്പിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ജനാലയ്ക്കരികിലൂടെ ഒരു മൂങ്ങ പറന്നുയരുന്നത് അവരാരും ശ്രദ്ധിച്ചില്ല. 8:30 മിസ്റ്റർ ഡേഴ്സ്ലി തൻ്റെ ബ്രീഫ് കേസ് എടുത്ത് മിസസ് ഡേഴ്സ്ലിയുടെ കവിളിൽ ചുംബിച്ച് പിന്നെ ഡഡ്ലിയെ ചുംബിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾക്കത് പറ്റിയില്ല. കാരണം ഡഡ്ലി ഇപ്പോൾ ദേഷ്യത്തോടെ തൻ്റെ സിറിയൽ ചുമരിലേക്ക് എറിയുകയായിരുന്നു. അയാൾ തൻ്റെ കാറിൽ കയറി 4-ാം നമ്പർ ഡ്രൈവിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. തെരുവിൻ്റെ മൂലയിലാണ് വിചിത്രമായ ഒന്നിൻ്റെ ആദ്യ അടയാളം അയാൾ ശ്രദ്ധിച്ചത്. ഒരു പൂച്ച മാപ്പ് വായിക്കുന്നു. ഒരു നിമിഷം മിസ്റ്റർ ഡേഴ്സ്ലിക്ക് താൻ എന്താണ് കണ്ടതെന്ന് മനസ്സിലായില്ല. പിന്നെ വീണ്ടും നോക്കാൻ തല തിരിച്ചു. ഒരു പൂച്ച പ്രിവറ്റ് ഡ്രൈവിൻ്റെ മൂലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാപ്പ് കാണാനില്ല. തനിക്ക് തോന്നിയതാവും അത് എന്നോർത്ത് മിസ്റ്റർ ഡേഴ്സ്ലി കണ്ണു ചിമ്മി പൂച്ചയെ തുറിച്ചു നോക്കി. അത് അയാളെയും ഉറ്റുനോക്കി. മിസ്റ്റർ ഡേഴ്സ്ലി റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അയാൾ തൻ്റെ കണ്ണാടിയിൽ പൂച്ചയെ നിരീക്ഷിച്ചു. പ്രിവറ്റ് ഡ്രൈവ് എന്ന് എഴുതിയ സൈൻ ബോർഡ് ഇപ്പോൾ അത് വായിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, പൂച്ചകൾക്ക് ഭൂപടങ്ങളോ അടയാളങ്ങളോ വായിക്കാൻ കഴിയില്ല. അത് വെറുതെ ആ ബോർഡ് നോക്കുന്നതാണ്. മിസ്റ്റർ ഡേഴ്സ്ലി പൂച്ചയെ മനസ്സിൽ നിന്ന് കളഞ്ഞ് തൻ്റെ ജോലി സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചു. പക്ഷേ പട്ടണത്തിൻ്റെ അരികിൽ പതിവ് ട്രാഫിക് ജാമിൽ അയാൾ ഇരിക്കുമ്പോൾ വിചിത്രമായ വസ്ത്രം ധരിച്ച ധാരാളം ആളുകളെ അയാൾക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മിസ്റ്റർ ഡേഴ്സ്ലിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത് ഏതോ മണ്ടത്തരമായ പുതിയ ഫാഷനാണെന്ന് അയാൾ കരുതി. അടുത്തു നിൽക്കുന്ന ഈ വിചിത്ര ജീവികളുടെ കൂട്ടത്തിൽ അയാളുടെ കണ്ണുകൾ പതിഞ്ഞു. അവരിൽ 2 പേർ ഒട്ടും ചെറുപ്പമല്ലെന്ന് കണ്ടപ്പോൾ മിസ്റ്റർ ഡേഴ്സ്ലി കോപാകുലനായി. ആ മനുഷ്യൻ തന്നെക്കാൾ പ്രായമുള്ളവനും മരതകപ്പച്ച നിറമുള്ള ഒരു മേലങ്കി ധരിച്ചവനുമായിരുന്നു.
ഈ ആളുകൾ വ്യക്തമായും എന്തോ പെറുക്കാൻ ഇറങ്ങി തിരിച്ച ആളുകളായിരിക്കണം. അതെ, അങ്ങനെയായിരിക്കും. ഗതാഗതം നീങ്ങി. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം മിസ്റ്റർ ഡേഴ്സ്ലി ഗ്രണ്ണിങ്സ് കാർ പാർക്കിൽ എത്തി. അദ്ദേഹത്തിന്റെ മനസ്സ് വീണ്ടും ജോലിയിൽ മുഴുകി. 9ാം നിലയിലെ തന്റെ ഓഫീസിലെ ജനാലയ്ക്ക് പുറംതിരിഞ്ഞാണ് മിസ്റ്റർ ഡേഴ്സ്ലി എപ്പോഴും ഇരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ പകൽ വെളിച്ചത്തിൽ മൂങ്ങകൾ പറന്നു പോകുന്നത് അദ്ദേഹം കണ്ടെത്തിയേനെ. തെരുവിൽ ആളുകൾ ഇത് കണ്ട് മൂങ്ങകൾ തലയ്ക്ക് മുകളിലൂടെ പാഞ്ഞു വരുന്നത് അവർ ചൂണ്ടിക്കാണിക്കുകയും വായ തുറന്നു നോക്കുകയും ചെയ്തു. രാത്രിയിൽ പോലും മൂങ്ങയെ കണ്ടിട്ടില്ലാത്തവരായിരുന്നു അവരിൽ ഭൂരിഭാഗവും. ഇതൊക്കെയാണെങ്കിലും മിസ്റ്റർ ഡേഴ്സ്ലിക്ക് അത് തികച്ചും സാധാരണമായ മൂങ്ങകളൊന്നുമില്ലാത്ത ഒരു പ്രഭാതമായിരുന്നു. അദ്ദേഹം നിരവധി പ്രധാന ഫോൺ കോളുകൾ ചെയ്തു, തന്റെ ജോലി ചെയ്തു. ഉച്ചഭക്ഷണ സമയം വരെ അദ്ദേഹം വളരെ നല്ല മാനസികാവസ്ഥയിലായിരുന്നു. ഉച്ചഭക്ഷണത്തിനായി എതിർവശത്തുള്ള ബേക്കറുടെ കടയിൽ നിന്ന് ഒരു ബൺ വാങ്ങാൻ പോയതായിരുന്നു അയാൾ. കടയുടെ അരികിലൂടെ ഒരു കൂട്ടം ആളുകൾ കടന്നു പോകുന്നതുവരെ അയാൾ ഈ വിചിത്ര വസ്ത്രധാരികളെക്കുറിച്ച് എല്ലാം മറന്നിരുന്നു. ഒരു വലിയ ഡോനട്ട് വാങ്ങിക്കൊണ്ട് അയാൾ അവരെ കടന്ന് തിരികെ പോകുമ്പോൾ അവർ പറയുന്ന ചില വാക്കുകൾ അയാൾ കേൾക്കാൻ ഇടയായി. പോട്ടേഴ്സ് തന്നെ, ശരിയാണ്, അതാണ് ഞാൻ കേട്ടത്. അതെ, അവരുടെ മകൻ ഹാരി. മിസ്റ്റർ ഡേഴ്സ്ലി നിശ്ചലനായി. ഭയം അയാളെ കീഴടക്കി. അവരോട് എന്തോ ചോദിക്കണമെന്ന മട്ടിൽ അയാൾ തിരിഞ്ഞു നോക്കി. പക്ഷേ അയാൾ അത് ചെയ്തില്ല. അയാൾ റോഡിന് കുറുകെ ഓടി. ഓഫീസിലേക്ക് തിടുക്കത്തിൽ കയറി. തന്നെ ശല്യപ്പെടുത്തരുതെന്ന് തൻ്റെ സെക്രട്ടറിയോട് ആക്രോശിച്ചു. തൻ്റെ ടെലിഫോൺ എടുത്ത് വീട്ടിലെ നമ്പർ ഡയൽ ചെയ്യുന്നത് ഏതാണ്ട് പൂർത്തിയാക്കിയപ്പോൾ അയാളുടെ മനസ്സ് മാറി. റിസീവർ തിരികെ വെച്ച് മീശയിൽ തലോടി താൻ എന്ത് മണ്ടനാണെന്ന് ചിന്തിച്ചു. പോട്ടർ അത്ര അസാധാരണമായ ഒരു പേരല്ല. ഹാരി എന്നൊരു മകനുള്ള പോട്ടർ എന്ന് പേരുള്ള ധാരാളം ആളുകളുണ്ട്. ആലോചിച്ചു നോക്കിയാൽ തൻ്റെ അനന്തരവന്റെ പേര് ഹാരി എന്നാണോ എന്ന് പോലും അയാൾക്ക് ഉറപ്പില്ലായിരുന്നു. ആ കുട്ടിയെ അയാൾ ഒരിക്കലും കണ്ടിട്ടില്ല. അത് ചിലപ്പോൾ ഹാർവി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഹാരോൾഡ് ആയിരിക്കാം. സഹോദരിയെക്കുറിച്ച് എന്തെങ്കിലും പരാമർശിക്കുമ്പോൾ മിസ്സസ് ഡേഴ്സ്ലി എപ്പോഴും അസ്വസ്ഥയാകുമായിരുന്നു. അയാൾ അവളെ കുറ്റപ്പെടുത്തിയില്ല. അയാൾക്കാണ് അത്തരമൊരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ. എന്നാലും ആ മേലങ്കി ധരിച്ച ആളുകൾ. അന്ന് ഉച്ചതിരിഞ്ഞ് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മിസ്റ്റർ ഡേഴ്സ്ലിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. 5 മണിക്ക് അവിടം വിട്ടപ്പോഴും അയാൾക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. അയാൾ നേരെ വാതിലിന് പുറത്തുള്ള ഒരാളുടെ അടുത്തേക്ക് നടന്നു. സോറി, അയാൾ പിറുപിറുത്തു. ഒരു ചെറിയ വൃദ്ധൻ ഇടറി വീഴാൻ തുടങ്ങുകയായിരുന്നു. ആ മനുഷ്യൻ വയലറ്റ് വസ്ത്രം ധരിച്ചിരിക്കുകയാണെന്ന് മിസ്റ്റർ ഡേഴ്സ്ലി മനസ്സിലാക്കാൻ കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞു. നിലത്ത് വീഴാൻ തുടങ്ങിയിട്ടും അയാൾ ഒട്ടും അസ്വസ്ഥനായതായി തോന്നിയില്ല. നേരെ മറിച്ച് അയാളുടെ മുഖം വിടർന്ന പുഞ്ചിരിയായി മാറി. വഴിയാത്രക്കാരെ തുറച്ചു നോക്കുന്ന ഒരു ഞരക്കമുള്ള ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, സാരമില്ല സർ, ഇന്ന് എന്നെ വിഷമിപ്പിക്കാൻ യാതൊന്നിനും കഴിയില്ല. സന്തോഷിക്കൂ. ആ പേര് പറഞ്ഞുകൂടാത്തവൻ ഒടുവിൽ പോയിരിക്കുന്നു. നിങ്ങളെപ്പോലുള്ള മകളുകൾ പോലും ഈ സന്തോഷകരമായ ദിവസം ആഘോഷിക്കണം. വൃദ്ധൻ മിസ്റ്റർ ഡേഴ്സ്ലിയെ ഒന്നു കെട്ടിപ്പിടിച്ച് നടത്തം തുടർന്നു. മിസ്റ്റർ ഡേഴ്സ്ലി ആ സ്ഥലത്ത് ഉറച്ചു നിന്നു. തികച്ചും അപരിചിതനായ ഒരാൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. പിന്നെ തന്നെ മകളെന്നോ എന്തോ വിളിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? മിസ്റ്റർ ഡേഴ്സ്ലിക്ക് അസ്വസ്ഥത തോന്നി. മുൻപ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സങ്കല്പിക്കുകയാണെന്ന് ധരിച്ചുകൊണ്ട് അയാൾ തൻ്റെ കാറിലേക്ക് തിടുക്കത്തിൽ വീട്ടിലേക്ക് പോയി. നമ്പർ 4 ഡ്രൈവ് വേയിലേക്ക് വണ്ടി കയറിയപ്പോൾ അയാൾ ആദ്യം കണ്ടത് തൻ്റെ മാനസികാവസ്ഥയെ ഒട്ടും മെച്ചപ്പെടുത്താത്ത ഒന്നായിരുന്നു. അന്ന് രാവിലെ അയാൾ കണ്ട ആ പൂച്ച, അത് ഇപ്പോൾ തൻ്റെ പൂന്തോട്ടത്തിലെ മതിലിൽ ഇരിക്കുകയായിരുന്നു. അതേ പൂച്ചയാണ്. കാരണം അതിൻ്റെ കണ്ണുകൾക്ക് ചുറ്റും അടയാളങ്ങളുള്ള ഒരു പൂച്ചയായിരുന്നു അത്. ഷൂ, മിസ്റ്റർ ഡേഴ്സ്ലി ഉച്ചത്തിൽ പറഞ്ഞു. പൂച്ച അനങ്ങിയില്ല.
അത് അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി. ഇത് സാധാരണ പൂച്ചയുടെ സ്വഭാവമാണോ എന്ന് മിസ്റ്റർ ഡേഴ്സ്ലി ചിന്തിച്ചു. അയാൾ വീട്ടിലേക്ക് കയറി. ഭാര്യയോട് ഒന്നും പറയരുതെന്ന് അയാൾ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. മിസസ് ഡേഴ്സ്ലിക്ക് നല്ലൊരു സാധാരണ ദിവസമായിരുന്നു. അയൽക്കാരിക്ക് മകളുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഡഡ്ലി ഒരു പുതിയ ഷാൻഡ് എന്ന വാക്ക് പഠിച്ചതിനെക്കുറിച്ചും അവൾ അത്താഴ സമയത്ത് അയാളോട് പറഞ്ഞു. മിസ്റ്റർ ഡേഴ്സ്ലി സാധാരണ രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചു. ഡഡ്ലിയെ കിടത്തിയ ശേഷം വൈകുന്നേരത്തെ വാർത്തകൾ കേൾക്കാൻ അദ്ദേഹം കൃത്യസമയത്ത് സ്വീകരണ മുറിയിലേക്ക് പോയി. ഇന്നത്തെ അവസാന വാർത്ത. രാജ്യത്തെ മൂങ്ങകൾ ഇന്ന് വളരെ അസാധാരണമായി പെരുമാറുന്നുണ്ടെന്ന് എല്ലായിടത്തും പക്ഷി നിരീക്ഷകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂങ്ങകൾ സാധാരണയായി രാത്രിയിൽ വേട്ടയാടുകയും പകൽ വെളിച്ചത്തിൽ വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടുകയുള്ളൂവെങ്കിലും ഇന്ന് സൂര്യോദയത്തിന് ശേഷം എല്ലാ ദിശകളിലേക്കും പറക്കുന്ന 100 കണക്കിന് മൂങ്ങകളെ കണ്ടെത്തിയിട്ടുണ്ട്. മൂങ്ങകൾ പെട്ടെന്ന് ഉറക്കരീതി മാറ്റിയത് എന്തുകൊണ്ടാണെന്ന് വിദഗ്ധർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. വാർത്താവായനക്കാരൻ സ്വയം ഒരു പുഞ്ചിരി നൽകി. ഇപ്പോൾ കാലാവസ്ഥയുമായി ജിം മക്ഗഫിനിലേക്ക്. ഇന്ന് രാത്രി മൂങ്ങകളുടെ മഴ പെയ്യുമോ ജിം? ടെഡ്, കാലാവസ്ഥാ നിരീക്ഷകൻ പറഞ്ഞു. അതെനിക്കറിയില്ല. പക്ഷേ ഇന്ന് വിചിത്രമായി പെരുമാറുന്നത് മൂങ്ങകൾ മാത്രമല്ല, ആകാശത്ത് അനവധി വാൽനക്ഷത്രങ്ങളും കണ്ടതായി റിപ്പോർട്ട് ഉണ്ട്. മിസ്റ്റർ ഡേഴ്സ്ലി തന്റെ കസേരയിൽ സ്തബ്ധനായിരുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ആ വിചിത്ര വസ്ത്രധാരികൾ പോട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞതെന്താണ്? അപ്പോൾ നമുക്ക് ഈ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.